ഗുഡ് മോർണിംഗ് രാജഗിരി. ഉന്മേഷത്തിന്റെ മറ്റൊരു ഉചിരന്തിനവുമായി ക്യാമ്പസ് റേഡിയോയിലൂടെ ഇത് ഞാൻ നിങ്ങളുടെ സ്വന്തം നിർമ്മൽ. വീക്കെൻഡൊക്കെ അടിച്ചു പൊളിച്ചില്ലേ? അതിന്റെ ക്ഷീണം തീർക്കാൻ ക്ലാസ്സിൽ കിടന്നുറങ്ങാമെന്ന് ആരും കരുതേണ്ട. കാരണം അറിയാമല്ലോ, നമ്മുടെ ആർട്സ് ഡേ എത്തി. ആൻഡ് ഇന്നത്തെ ബർത്ത്ഡേ ബേബി അപർണയ്ക്ക് 1000 വിഷസ് നൽകിക്കൊണ്ട് ഇറ്റ്സ് നിർമ്മൽ സൈനിങ് ഔട്ട്. ബട്ട് സ്റ്റേ ട്യൂൺഡ്. Hey അപർണ, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. അതൊന്നും പോരാ, ട്രീറ്റ് എവിടെയാ? ട്രീറ്റ് ഒക്കെ തരാം, വാ. അതും ഓക്കെ. സ്പൈസ് കോട്ട് ഉണ്ട്, KFC ഉണ്ട്, എവിടെയാ? Good morning. Today we won't be having any class, so all of you please move on to seminar hall for blood test. Okay, please. അല്ല, നീ വരില്ലേ? എനിക്ക് ഒരു ചെറിയ തലവേദന പോലെ. 10-20 വയസ്സായില്ലേ? ഇതൊരു സിറിഞ്ചിന്റെ പേടി മാറിയില്ലേ? ഇല്ല, ഞാൻ വരുന്നില്ല, പ്ലീസ്. അതൊന്നും പറയണ്ട, നീ ഇങ്ങ് വന്നേ. വാ. വേണ്ട, കുഴപ്പമില്ല, പ്ലീസ്. വാ. ഞാനില്ല. വേണ്ട, പ്ലീസ്, ഞാനില്ല. ആന്തടി ഹേയ്, ടെസ്റ്റ് റിസൾട്ട്സ് വന്നു. അപർണ, നിനക്കൊന്നുമില്ല. പ്രിയ, വായിക്കരുത്. നോ പ്ലീസ്, വായിക്കണ്ട. നോക്കട്ടെ. പ്ലീസ്, നോ വായിക്കണ്ട. വായിക്കരുതെന്നല്ലേ പറഞ്ഞത്? എന്താടാ? എന്താ? എനിക്കിതിനെ പേടിയാണ്. Hey നിർമ്മൽ, പ്രിയ എന്താ അവിടെ ഒറ്റയ്ക്കിരിക്കുന്നത്? അപ്പൊ സാറൊന്നും അറിഞ്ഞില്ലേ? അവൾ HIV പോസിറ്റീവാ. ഇത്രയും കാലം അവളത് മറച്ചു വെച്ച് നടക്കുകയായിരുന്നു. ഈ കഴിഞ്ഞ ബ്ലഡ് ടെസ്റ്റിൽ അത് പാട്ടായിരുന്നു.
പ്രിയന്തി അവള് പോയി. I can't believe this. എത്ര ഈസി ആയിട്ടാണ് നിങ്ങൾ അവളെ ഒഴിവാക്കിയത്. 3 കൊല്ലം നിങ്ങളുടെ കൂടെ കളിച്ച് ചിരിച്ച് നടന്ന ഒരാളെ ഒഴിവാക്കാൻ നിങ്ങൾക്ക് വേണ്ടി വന്നത് വെറും 1 ദിവസം. നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചോ അവൾക്ക് എങ്ങനെയാ അവസ്ഥ വന്നത്? ആശുപത്രിയിൽ മുമ്പ് ഉപയോഗിച്ച ഒരു പഴയ സിറിഞ്ച് വഴിയാണ് അവൾക്ക് ഈ അസുഖം വന്നത്. അവളുടെ കയ്യിൽ ഒരു കുറ്റം അല്ല അത്. ഇത്രയും വിദ്യാഭ്യാസമുണ്ട്, ബിടെക് വരെ എത്തി. എന്നിട്ടും നിങ്ങൾക്കറിയാം എയ്ഡ്സ് എങ്ങനെ പകരും പകരില്ല എന്നൊക്കെ നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അവസ്ഥ വരാം. അപ്പോഴേ നിങ്ങൾ പഠിക്കും. ഒറ്റപ്പെടുമ്പോൾ മാത്രമേ ഒറ്റപ്പെടലിന്റെ വേദന നിങ്ങൾ അറിയൂ. ആദ്യം മനുഷ്യനെ അവനായിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കാൻ പറ്റും. അതിനുശേഷമാകാം ബിടെക്. Sir, may we come in, sir? നിർമ്മൽ, പ്ലീസ് കം ഓൺ സിറ്റ്. ഞങ്ങൾക്കൊരു തെറ്റ് പറ്റി. ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. സോറി സർ. സോറി എന്നോടല്ല പറയേണ്ടത്, ആരോടാ പറയേണ്ടത് നിങ്ങൾക്കറിയാം. സർ, ഞങ്ങൾക്കൊരു ഐഡിയ ഉണ്ട്. സാർ ഞങ്ങളോട് നിൽക്കണം. HIV പോസിറ്റീവായ എല്ലാവരും എയ്ഡ്സ് പേഷ്യൻ്റ് ആണെന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. സത്യത്തിൽ അങ്ങനെയല്ല. HIV ഒരു അവസാന ഘട്ടം മാത്രമാണ് എയ്ഡ്സ്. HIV ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിയെ ബാധിക്കും. അതായത് ഒരു എയ്ഡ്സ് പേഷ്യൻറ്റിന് പനി വന്നാൽ അതൊരിക്കലും മാറില്ല. ഉമിനീരിൽ കൂടിയോ വിയർപ്പിൽ കൂടിയോ HIV ഒരിക്കലും പകരില്ല. മറ്റു രോഗികളെ അപേക്ഷിച്ച് മരുന്നും മന്ത്രവുമല്ല, സ്നേഹമാണ് ഒരു എയ്ഡ്സ് പേഷ്യൻറ്റിന് അത്യാവശ്യം. Let's spread love, not hate. പ്രജുൽ തോമസ്. Present, sir. പ്രവീൺ തോമസ്. Present, sir. പ്രിയ ഭാസ്കരൻ. Present, sir.